ഇന്റർവ്യൂ എന്നെ സെറ്റാണേ? എല്ലാം സെറ്റായി. 10 o'clock തന്നെ സെറ്റാവും. മീറ്റിംഗ്സ് എല്ലാം നോക്കി വെച്ചല്ലോ. എല്ലാം ഓക്കെയാണ് ദേവ്. മോളെ അച്ഛൻ നിനക്കുള്ള ഇന്റർവ്യൂ അല്ലേ? എനിക്ക് ലേറ്റായി. എന്താ സ്നേഹം, ഇന്ന് വരെ അമ്മ എന്നെ ഇത്ര സ്നേഹത്തിന് ചേർന്നേപ്പിച്ചിട്ടുണ്ടോ? നിന്നിപ്പോ മടിച്ചു വരില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് വന്ന് കിടക്കുന്നവർ. ഓ, വേറെ ആരും ജോലിക്ക് പോകാത്ത പോലൊക്കെ. എന്റെ ചേട്ടന് പോകാൻ വയ്യാത്തതല്ലേ അവള് പോകുന്നത്? നീനൊന്നും ഉണ്ടായിട്ടെന്താ കാര്യം? അവൾക്ക് മാത്രം ഉത്തരവാദിത്വമുള്ളൂ. ഓ മതി, അച്ഛൻ പറയണം പറഞ്ഞത്. ഞാൻ കോളേജിൽ പോവാം. ആ ശരി. ഇതുപോലൊരു കുശുമ്പി. അപ്പൊ ടൈമെത്രയായി? എന്റെ 9:00. ഓ മൈ ഗോഡ്, 10 കാണാൻ എനിക്കറിയാം. ഞാൻ എപ്പോ ഇനി ചെല്ലാനാ? കഴിച്ചിട്ട് പോകുമ്പോഴേ ഒട്ടും ടൈമില്ലാണ്ട് 9:45. ബൈക്ക് എടുത്തോടെ ഇനി പറ്റി. അതേ പോണേ. ദൈവമേ കാത്തോണേ. എല്ലാവരും വന്നോ? ഷാർപ്പ് 8 o'clock തന്നെ തുടങ്ങണം. എടാ, എനിക്ക് എന്തായിന്നറിയില്ല. ഭ്രാന്ത് പിടിക്കും. അച്ഛൻ രാവിലെ തന്നെ നല്ലത് പറഞ്ഞാ വിട്ടത്. അതേപോലെ നിന്റെ പെണ്ണുകെട്ടാണോ? അല്ലാതെ എനിക്ക് കല്യാണം എന്ന് കേൾക്കുന്നതേ അലർജിയാണ്. എനിക്കെന്താണ് ഇത്ര വരട്ട്? ഒന്ന് കെട്ടടാ. എനിക്ക് വയ്യ. ഞാനിങ്ങനെ നടക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ലേ? അതെ. എടാ 10 വിളിക്കട്ടെ? ഓക്കെ, വിളിക്ക. ഇനി എന്താവോ ആവോ. 10:15 ഇനി പോയിട്ട് കാര്യമുണ്ടോ? ആരാ? എന്താ? ഇന്റർവ്യൂ. അകത്ത് കയറാനുള്ള ടൈം കഴിഞ്ഞ് ഇനി ആരെയും കയറ്റണ്ട എന്ന് പറഞ്ഞത്. പ്ലീസ്, എനിക്ക് ഈ ജോലി ഇമ്പോർട്ടന്റ് ആണ്. പറ്റില്ല കുട്ടി, പൊക്കോളൂ. ഞാൻ കാല് പിടിക്കാം പ്ലീസ്. എന്താ ഇവിടെ? ലേറ്റ് ആയിട്ടാ സാറേ കുട്ടി വന്നത്. സാർ, എനിക്ക് ഈ ജോലി ഇമ്പോർട്ടന്റ് ആണ്. അകത്ത് വിട് പ്ലീസ്. കഴിഞ്ഞിട്ട് വരുന്നവരെ അകത്ത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. കുട്ടി പൊക്കോളൂ. സാർ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ലാതെ എന്റെ ഡ്രസ്സിന് എന്താ ബ്ലഡ്? അത് വണ്ടിയൊന്നും മറിഞ്ഞതാ. അകത്ത് വരൂ. ശരിയാവുന്നല്ലോ. ഇത് എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? എടാ, ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അവള് ലേറ്റ് ആയിട്ടാ വന്നത്. പക്ഷെ അതിന് കാരണമുണ്ട്, ഒരു ആക്സിഡന്റ്. ലൂസ് എക്സ്ക്യൂസ് ആണ്. നിനക്കത് മനസ്സിലായില്ലേ? അല്ലടാ, അവളുടെ കൈമുട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിലൊക്കെ ബ്ലഡാണ്. എന്നാലും അതിനെയൊക്കെ അവളായിട്ട് എന്തിനാ ഇനി കുറയ്ക്കുന്നത്? വിളിക്ക്. അതിന് വരൂ. ഓ, സത്യമാണല്ലോ. ഓക്കെ, എന്താ നീ? അത് എന്താണ്? ഫയല് തരൂ. അതിഥി. ഓക്കെ, ഇതിനു മുന്നേ ജോലിയൊന്നും ഇല്ലായിരുന്നു? പഠിപ്പുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല സാർ. ഞാൻ പാർട്ട് ടൈം ജോലിയാ ചെയ്തിരുന്നേ. ഈ ജോബിന് വരാൻ കാരണം? സത്യം പറയണോ കള്ളം പറയണോ? വാട്ട്? അത് കള്ളം പറയാം. ഫാമിലി പ്രോബ്ലംസ്. ഓഹോ, എല്ലാ വീട്ടിലും ഉണ്ടല്ലേ. സെവനും ഈ നേരം കണക്കാ. 15 മിനിറ്റായി. സെലക്ട് ചെയ്യുവാണോ അതോ താൻ ഓക്കെയാണ്? നാളെ തൊട്ട് ജോലിക്ക് കയറിക്കോളൂ. ഓക്കെ സാർ, താങ്ക്സ്. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു അത്. അതെന്താടാ അവളെ എടുക്കാൻ കാരണം? അത് അവളുടെ ബയോയില് എനിക്ക് വേണ്ടുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, ഇവൻ അവളോട് ക്രഷ് തോന്നണേ. എന്തായാലും ജോലി കിട്ടിയോ? അമ്മേ, ആദ്യം ലേറ്റ് ആയതുകൊണ്ട് കയറ്റി വിട്ടില്ല. പിന്നെ ഒരുവിധം വിട്ടു. കിട്ടിയത് ഭാഗ്യം. അത് മതി. പിന്നെ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു. പുതിയ പ്രശ്നം എന്താ? ആരെ തന്നെയെന്നാ പറഞ്ഞത്. മിക്കവാറും സസ്പെൻഷൻ കൊണ്ടായിരിക്കും വരവ്. അതെ, വന്ന് കുട്ടി ദേവാങ്ക്. അത് നിന്നെ കെട്ടാൻ വരുന്നാൾ. ഇത് കാന്താരി, നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് മുതിർന്നവരുടെ ബഹുമാനം കാണിക്കുന്നത്. ഇത് ഏത് പോത്തിനുണ്ടായതാടി? എന്താ മോളെ രാജി ഇത്രയും ഡൗട്ട്? പുതിയനും രാജിപ്പോത്തിന് ഇത് നീ ഇന്ത്യന്ന് വാങ്ങും. മതി അമ്മയും മോളും കൂടെ. അല്ലടി, നിന്റെ ജോലി എന്തായി? കിട്ടി. എന്തേ? ചിലവ് ചോദിക്കണ്ട. 5ന്റെ പൈസയില്ല. അല്ല, നീ കൊറേ ചെയ്യും. അതവിടെ നിക്കട്ടെ. വീട്ടിൽ നിൽക്കാൻ പേപ്പറും കൊണ്ടാണോ വന്നത്? അതാ, എന്നെ ആ പേപ്പറിന് വല്ലാതെ ഇഷ്ടമായി. ആദി, നീ നേരത്തെ വന്നു. പിന്നെ നിനക്കൊരു പണിയുണ്ട്. എന്ത് പണി? നീയല്ലേ പ്രൈവറ്റ് സെക്രട്ടറി. അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് വേറെ ദേവിനൊപ്പം നീ മീറ്റിങ്ങിന് പോകണം. ആ കാട്ടുമേലിന്റെ കൂടെയോ? ദൈവമേ, കൊറോണ തിന്നാതിരുന്നാൽ മതി.
വരുന്നുണ്ട്, വേഗം വിട്ടോ. ഇവളെന്തിനാ ഓടിയത്? എന്താണ് നോക്കുന്നേ? റോക്കറ്റ് വിട്ട പോലെ അവളെന്തിനാണ് ഓടിയത്? വെറുതെ ഒന്ന് പേടിപ്പിച്ചു വിട്ടതാ. നീയാണപ്പോ സ്റ്റാഫിനോട് എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നതല്ലേ? ഞാൻ അങ്ങനെ ചെയ്യുവോ? പോയ കുരിപ്പും നീയും അങ്ങനെ തന്നെ. അവളോട് നിനക്ക് എന്താണ് ഒരു അടിവ്? അവളുടെ വീട്ടിലെ സാഹചര്യം നീ കണ്ടതല്ലേ? ഞാനും ഇതിൽ നിന്നൊക്കെ അല്ലേ സേവ് ആയത്. ഞാൻ കരുതി ചരിത്രം മാറിയെന്ന്. അത് നീ സ്വപ്നം പോലെ കാണൂല. ഞാൻ അവളെ നോക്കൂല. ഏതാ അവന് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ കെട്ടിക്കാൻ നോക്കുന്നത്? അവന്റെ അമ്മയല്ലേ, അവനൊരു കുടുംബജീവിതം വേണ്ടേ? ഞാൻ നടത്തും. നിന്റെ ഫ്രണ്ടിന്റെ മോളെ തന്നെ അവൻ കെട്ടും. എന്തിനാ ഈ വാശി? നീ ഒന്ന് വെറുതെ ഇരുന്നേ, ഞാൻ അവനെ വിളിക്കട്ടെ. ഹലോ, എന്താച്ചാ ഈ നേരത്ത് ഹോസ്പിറ്റലിൽ പോയെന്ന്? നീ ഒന്ന് വീട്ടിലോട്ട് വാ, വേഗം വേണം, എന്നിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ വരാം. എന്തിനാവോ ആവോ, നല്ല പെണ്ണും കാണിക്കാനായിരിക്കും. പോവാനോടാ? അതേടാ പോവാ, എന്റെ മുട്ടം പണിയുണ്ട്. കേട്ടിന്റെ കാര്യമായിരിക്കും. അതേ ആവും. പോയിട്ട് വാ. എന്താച്ചാ വിളിച്ചത്? നിനക്കറിയാമോ, പിന്നെന്താ? പ്ലീസ്, എനിക്ക് കല്യാണം വേണ്ട. ഒന്നും പറഞ്ഞാ പറ്റില്ല. ഞങ്ങൾ ഉറപ്പിച്ചു 2 മാസം കഴിഞ്ഞാ കെട്ട്. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കണം? നിന്റെ ലൈഫ് നന്നായിട്ട് പോയാലും ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. സ്നേഹമുണ്ടല്ലേടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ നടത്തും. നിനക്ക് ഒരു പ്രോബ്ലം വരാത്ത ഫാമിലിയാണ്. ഓക്കെ, ഞാൻ പിന്നെ പറയാം. മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാ. ഒക്കെ നിന്റെ അച്ഛന് വട്ട. പോയിട്ട് എന്തായോ ആവോ? എന്താണ് സാറിന് കെട്ടാൻ ഇഷ്ടമില്ലാത്ത? അറിയില്ല, അവനോട് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നടത്തി കൊടുത്താലോ? നിനക്ക് ജീവിക്കണമെന്നില്ലല്ലേ? സാറ് വന്നു. എന്തായിടാ? കെട്ട് എന്നോട് ചോദിക്കാതെ ഉറപ്പിച്ചു. 2 മന്ത് കഴിഞ്ഞിട്ടാ. എത്ര പെട്ടെന്നോ? നീ കണ്ടോ? എനിക്ക് കാണണ്ട, മിക്കവാറും അമ്മാവിന്റെ മോളെ ആയിരിക്കും. ആണി, നീ തീർന്നു. എന്നാ ഞാൻ മുടക്കി തരാം. എങ്ങനെ? എന്നാ ഞാൻ നിനക്ക് നല്ലൊരു വീട് സ്വന്തമായിട്ട് വാങ്ങിത്തരാം. പണി പാടി ഉള്ള വാടക വീടുകളിൽ പോയെന്ന് ഓർത്തിട്ട് വേണം അത് നീ പറയാൻ. ആദ്യം പറയട്ടെ, എന്നിട്ടല്ലേ? മാരേജ്. എന്ത് തെളിയിച്ച് പറ കോഴിക്കുഞ്ഞ്. ഒരു കുഞ്ഞിനെ കെട്ടാൻ പോന്നോള്. അടി തുടങ്ങാനുള്ള എല്ലാവർക്കും ജോലി ചെയ്യേണ്ടതാ. ഓക്കെ, കാര്യം പറ. വാടകയ്ക്കൊരു പെണ്ണിനെ വൈഫായിട്ട് സെറ്റ് ആക്കണം. അത് വെച്ച് മുടക്കാമല്ലേ? യെസ്, അതാണ്. വൺ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? അപ്പോൾ എല്ലാവരും വിളിച്ച് ഒന്നുകൂടെ കെട്ട് നടത്താന്ന് പറഞ്ഞാലോ? അതുമല്ല, ഞാൻ പ്രേമിക്കുന്ന കൂട്ടത്തിലല്ലാന്ന് അവർക്കറിയാം. നിങ്ങൾ പോയി പറയണം കെട്ട് കഴിഞ്ഞു എന്ന്. സാറ് പറഞ്ഞതുപോലെ അങ്കിള് പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കണം. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കഴിയുമ്പോൾ ബിസിനസ് ട്രിപ്പിനെന്ന് പറഞ്ഞ് മുങ്ങണം. പിന്നെ ഡേറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാവും. അത് പൊളിച്ചു. അപ്പോ അതും നടക്കില്ല. ഓക്കെ, പിന്നെ നടത്താൻ നോക്കിയാലോ? അവളോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞാലോ? അതിനും വഴിയുണ്ട്. വൈഫ് പുറത്ത് യോഗ്യയിലാണെന്ന് മുൻകൂട്ടി പറയണം. ലീവ് കിട്ടിയില്ല എന്നപ്പോ പറഞ്ഞാൽ മതി. എന്നിട്ട് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് അവിടെ ട്രിപ്പിനങ്ങ് പറഞ്ഞു വിടണം. കാഞ്ഞ ബുദ്ധിയാണല്ലോടെ നിനക്ക്. ഇതെന്തായാലും മുടങ്ങും. താങ്ക്സ് നീ. വാതവക്കുന്നപ്പോ അടിയിടാൻ മാത്രമല്ലേ? കളിക്കല്ലേ മോനെ. അവിടെ നിക്കട്ടെ, ഏത് പെണ്ണിനെ ഒപ്പിക്കും? ഏതേനും വായി നോക്കിയ വേണ്ട, ലാസ്റ്റില് കളി കാര്യമാകും. ഒരാളുണ്ട്, ലുക്കുമാണ്. നിനക്ക് ചേരും. ആക്ടിങ്ങും അറിയാം. ആര്? ഇവളേക്കാൾ നല്ലത് ആരാ ഉള്ളേ? കടുവേ. എനിക്കെന്തിന്റെ കേടായിരുന്നു. അടിച്ച് പൊട്ടിക്കിടി അവന്റെ കടുവാതല. അവന്റെ ഒരു 2 ഒറ്റക്കെട്ടായോ? പോസിബിൾ ആയ കാര്യം പറഞ്ഞതാ. വേറെ കിട്ടുമോന്നേ? ഞാൻ നോക്കിക്കോളാം. എന്നാ നോക്കിക്കോ, 2ഉം കൂടെ. അതിഥി, എനിക്കെന്തോ വയ്യ, ഞാൻ വീട്ടിൽ പോവാണേ. എന്താ സാർ, ഹോസ്പിറ്റലിൽ പോണോ? ഞാൻ ആനന്ദിനെ വിളിക്കാം. വേണ്ടടോ, അയ്യം ഓക്കെ. ഒന്ന് ഉറങ്ങണം. ഇന്നലെ വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റായി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട, ഇനി ഹെൽപ്പ് ചെയ്ത് അയ്യടാ, തോന്നാൻ പറ്റിയ സാധനം ഒന്ന് പോയാലും മേലെ. എനിക്ക് അടിയിടാൻ വയ്യടി.
നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? അറിയാം. എന്താ? എന്നാ വാ, വീട്ടിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിത്താ. അമ്മ നാട്ടിൽ പോയേക്ക്. വാ, റെസ്റ്റ് എടുക്ക്, മാറും. ഓക്കെ. കണ്ണുപോലും എനിക്ക് തുറക്കാൻ വയ്യ. അയ്യോ, ആരാവോ? സാറേ, അങ്കിളായിരിക്കുമോ? അച്ഛനാവില്ല, അവനായിരിക്കും. തുറക്കു നീ. അച്ഛ, അമ്മേ, നിങ്ങളോ? ഏതാടാ ഈ പെണ്ണ്? ഞങ്ങൾ വരില്ലാന്ന് വിചാരിച്ച് വിളിച്ചോണ്ട് വന്നതായിരിക്കും. അല്ലടാ, ആരടി? ആന്റി, ഞാൻ അത് എന്റെ വൈഫ്. വൈഫോ? അതെ, ഇവളെ കെട്ടിയത് കൊണ്ടാണ് ഞാൻ കെട്ടിയത് സമ്മതിക്കാത്തെ. മോളെ ശരിക്കും ഇവന്റെ വൈഫാണോ? ആന്റി. ആന്റി അല്ല, അമ്മ. എന്നാ നേരത്തെ പറഞ്ഞൂടെ? മറ്റേ ഉറപ്പിക്കുന്നല്ലോ. ഞങ്ങൾ ഇതിനൊന്നും വേണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലല്ലേ, നിനക്കറിയാലോ. നിങ്ങൾ അറിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞു വേണമെന്ന് പറയില്ലേ, അതുകൊണ്ടാ. ഓക്കെ, അതൊരു വർഷം കഴിഞ്ഞു മതി. നിങ്ങളുടെ കെട്ട് ഗംഭീരമായിട്ട് നടത്താം ഉടനെ തന്നെ. ശരിയാ, ഉടനെ നടത്താം. ഞാൻ ജോത്സ്യനെ വിളിക്കട്ടെ? അത് വേണ്ട അച്ഛാ. വേണം. അതുവരെ നീ ഇവിടെ കാണാൻ പാടില്ല. അതെങ്ങനെയാ? എന്റെ ഭാര്യയല്ലേ. അത് നമ്മൾക്കല്ലേ അറിയൂ. എന്നാ ഞങ്ങളുടെ റൂമിലോട്ട്. ആ ചെറുതിനെ ഇന്നൂടെ കണ്ടോ? എന്തിനാണോ മീരെ അങ്ങനെ പറഞ്ഞേ? ഇല്ലേ, നിനക്കും എനിക്കും കിട്ടും. കെട്ടുറപ്പിച്ച് വെച്ചിട്ട് മറ്റൊരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നതിന്. അത് ശരിയാ. എന്നാലും പിന്നെ ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. സത്യം, അത് പേടിച്ചാ ഞാനും നിന്നെ. ഇനി എന്താ പ്ലാൻ? നീ പറഞ്ഞ പോലെ മുങ്ങണം. ശരിയാ, അപ്പോ സെറ്റ്. എന്റെ വീടിന്റെ കാര്യം മറക്കല്ലേ. നാളെ തന്നെ ശരിയാക്കി തരാം. ഓക്കെ സാർ, അപ്പൊ നമുക്ക് അടുത്ത മന്ത് കാണാം.